അച്ഛൻ തൻ്റെടിയും അഭിമാനിയുമാണ്. എന്നാൽ അടുപ്പിൽ തീ പുകയണമെങ്കിൽ അമ്മ ചന്തയ്ക്ക് പോയേ തീരൂ. പ്രവാസികൾ നാട്ടിലയക്കുന്ന പണത്തിന്റെ ട്രാൻസാക്ഷൻ ഫീസിന് ഇനി മുതൽ 12.36% സേവന നികുതി. കട്ടിട്ടും കക്കിയിട്ടും മതിവരാത്ത ഭരണകോമാളികൾക്ക് പ്രവാസികളുടെ കീറ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇതുവരെ കൈയിട്ട് മതിയായില്ല എന്ന തോന്നൽ. വേറൊരു രാജ്യത്തും ഇല്ലാത്ത ഈ കാടൻ നികുതി നിയമം ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ തന്നെ നട്ടല്ലായ പ്രവാസി നിക്ഷേപത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം. എയർ ഇന്ത്യ കൂടി ഇപ്പോൾ പണിമുടക്കിയതോടെ കേന്ദ്ര നയം ഇപ്പോൾ മറുവാക്കിന് വ്യക്തമാണ്. പ്രവാസികളെ, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരണ്ട, ജീവിതകാലം മുഴുവൻ മരുഭൂമിയിൽ കിടന്നോളൂ, നിങ്ങളുടെ പണം ദൂർത്തടിക്കാൻ ഞങ്ങൾക്കിവിടെ ആവശ്യമുണ്ട്. കേന്ദ്ര പ്രവാസകാര്യമന്ത്രി വയലാർ രവിയുടെ കഴിഞ്ഞ UAE സന്ദർശനത്തിനിടെ ഒരു പ്രഖ്യാപനമുണ്ടായി. ചിലവാകാതെ കിടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് പ്രവാസികൾക്കായി ഒരു ശ്മശാനം നിർമ്മിക്കും. കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ അങ്ങനെയാണ്. മറുവാക്കിന് പറയാനുള്ളത് ഇതാണ്: പ്രവാസികളും ഇന്ത്യൻ പൗരന്മാരാണ്, അവരെ രണ്ടാം തരക്കാരാക്കരുത്. ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോഴാണ് പലപ്പോഴും പല വിഗ്രഹങ്ങളും ഉടയ്ക്കപ്പെടുന്നത്.